വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യം എന്താണെന്നുള്ളതാണ്. അത് ചെറിയ രീതിയിൽ റിവീൽ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് അതിലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ നിങ്ങളുടെ രഹസ്യം എന്താണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോരോ സീക്രട്ടുകൾ ഉണ്ടാവും. അത് പൈൽ റീഡിംഗ് ആയിട്ട് ചെയ്യും. ഇത് ജസ്റ്റ് കോമൺ ആയിട്ട് ഒരു ജനറൽ റീഡിംഗ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാണിച്ചു നോക്കാം. King of Pentacles, Emperor, Devil, Temperance, Page of Pentacles, Six of Wands, Four of Wands, Five of Wands, Six of Pentacles, Four of Cups, Eight of Wands, മൂൺ. ഓഫ് ദ ഡാക്ക്, 2 of Swords ആണ് വന്നിരിക്കുന്നത്. ബിയോണ്ട് ഇല്യൂഷൻ, ഷെയറിംഗ്, എക്സ്പീരിയൻസിങ്, politics, lovers, celebration. ബോട്ടം ഓഫ് ദ ഡെക്ക്, ദ മാസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾക്ക് വന്നിരിക്കുന്നതിന് മെയിനായിട്ട് കർമ്മയാണ്. അത് എല്ലാവർക്കും കർമ്മേൻ്റെ ബേസിൽ തന്നെയാണ് അവരവരുടെ ജീവിതം പോകുന്നത്. എന്നാലും നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന കർമ്മ എന്താണെന്നുള്ളത് നോക്കലാണ്. അതായത് നിങ്ങളുടെ ജന്മരഹസ്യം, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജനിച്ചതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ അത് നിങ്ങളെ ആ ഗുരുവിനെ ഉണർത്തി നിങ്ങൾ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ഗൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഓഷോ ആണ് വന്നിരിക്കുന്നത്. ഓഷോ എപ്പോഴും പറയുന്നത് എനർജി ബാലൻസിങ്ങിനെയാണ്. അതായത് ഫെമിനൈൻ, മാസ്കുലൈൻ എനർജി. ഓഷോൻ്റെ ഓരോ ഇതിലും സെക്ഷുവാലിറ്റിയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഇന്നർ മീനിങ് നമ്മുടെ ഉള്ളിലെ ഫെമിനൈൻ, മാസ്കുലൈൻ എനർജീൻ്റെ ഉണർത്തലിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നതെന്നുള്ള കോർ പോയിൻ്റ് മനസ്സിലാക്കി ആ വഴിയെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുകയും ചെയ്യും. നിങ്ങളുടെ ആ ജന്മരഹസ്യം അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒന്ന് ഓപ്പണപ്പായി കിട്ടുന്നത്. അതുപോലെ ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് ട്രിനിറ്റീൻ്റെ ബേസിലാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ നമ്മുടെ ഈ ഒരു 3D വേൾഡിൽ ത്രിമാനം. അപ്പോൾ ഈ 3 മാനങ്ങളുണ്ട്: നീളം, ഉയരം, വീതി. അപ്പോൾ ഈ 3 മാനങ്ങൾ ചേരുമ്പോഴാണ് അവിടെ 3D വേൾഡ് എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഡയമെൻഷൻ നമുക്ക് കാണാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നത് അതുകൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ ഒരു 3D വേൾഡ് ഇല്ല. നീളമില്ലെങ്കിൽ ഇല്ല, ഉയരമില്ലെങ്കിൽ ഇല്ല, അതുപോലെ വീതി. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 3D വേൾഡ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു കാണുന്ന എല്ലാറ്റിൻ്റെയും രൂപം വരെ മാറിപ്പോവും. അതായത് ഹൈറ്റ് ഇല്ലെങ്കിൽ, ഇപ്പം നീളം വീതി മാത്രമാണ് ഇവിടെ ഒരു 3D വേൾഡിലാണെങ്കിൽ ഒരു പേപ്പർ പോലെ, ഒരു പിക്ചർ പോലെ മാത്രമേ ഉണ്ടാവൂ. അതിന് ഹൈറ്റും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഡയമെൻഷൻ കൃത്യമായിട്ട് വരുന്നത്. അതുപോലെ ഹൈറ്റും നീളവും മാത്രമാണെങ്കിലോ അതിന് എല്ലാറ്റിനും ഈ ഒരു
പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 മാനങ്ങളും ഒരുപോലെ വരാനുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പ് ഇതിലാണ്. അതായത് ഈ പ്രകൃതിയിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഈ ഒരു 3D ഡയമെൻഷൻ അവിടെ വർക്ക് ആവുന്നത് കൊണ്ടാണ്. ഈ ത്രിമാനം അവിടെ വർക്ക് ആവുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നുമല്ല. ഇത് കംപ്ലീറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ഇത് നമ്മൾ കാണുന്നതും അറിയുന്നതും ഒക്കെ. അതുപോലെ ഈ ഒരു 3D വേൾഡ് ഇതുപോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ബോഡി, മൈൻഡ്, സോള്, ഇത് 3ഉം ഒരേ ഇതിൽ വന്നില്ലെങ്കിലാണ് നമുക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇതെല്ലാ റിലീജിയനിലും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ എടുത്ത് നോക്കിയാൽ അപ്പോൾ ഇതെല്ലാ ഒരു റിലീജിയനിലും വരുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഇതാണ്, നമ്മളുടെ അടിസ്ഥാനം ഇതാണ്. അപ്പം നമുക്ക് റിലീജിയൻ വൈസ് നോക്കിയാൽ കാണാൻ പറ്റും. ക്രിസ്ത്യാനിറ്റിയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അവിടെ ട്രിനിറ്റിയാണ് വരുന്നത്. അതായത് സണ്ണുണ്ട്, ഫാദർ ഉണ്ട്, അതുപോലെ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഇത് 3ഉം ചേരുമ്പോഴാണ് അവിടെ അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുന്നത്. എപ്പോഴും പറയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ക്രിസ്ത്യൻ ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ട്രിനിറ്റിയെ കാണിക്കുന്നതാണ്. അതുപോലെ ഹിന്ദുയിസത്തിൽ നോക്കിയാൽ മനസ്സിലാകും സൃഷ്ടി, സ്ഥിതി, സംഹാരം. എപ്പോഴും ബ്രഹ്മാവുണ്ട്, അതുപോലെ വിഷ്ണു, ശിവൻ. ഇത് 3ഉം ഇല്ലാത്ത, ഈ ത്രിമൂർത്തികളില്ലാത്ത ഒന്ന് ഹിന്ദുയിസത്തിലില്ല. അപ്പോൾ ഇതും കാണിക്കുന്നത് ട്രിനിറ്റിയാണ്. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. സൃഷ്ടി ഉണ്ടാവണം, ആ സൃഷ്ടിക്കപ്പെട്ടത് സ്ഥിതിയിലായിരിക്കണം, എപ്പോഴും നിലനിൽക്കണം, അത് നശിക്കുകയും വേണം. കാരണം നശിക്കുമ്പോൾ മാത്രമേ പുതുതായിട്ട് പുതിയ ക്രിയേഷൻ വരൂ. അപ്പോൾ അതിവിടെ സ്പേസ് വേണം, ആ സ്പേസിലാണ് പുതിയ ക്രിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സംഹാരം അവിടെ നടന്നിരിക്കണം. അപ്പോൾ എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ട്രിനിറ്റിയിലാണുള്ളത്. അതുപോലെ നമ്മളിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മൈൻഡ്, ബോഡി, സോള്. നമുക്ക് ബോഡി ഉണ്ട്, അതിൽ മൈൻഡ് ഉണ്ട്, അതുപോലെ നമ്മളിൽ ഈ പ്രവർത്തിപ്പിക്കുന്ന സോളുണ്ട്. ഈ 3ഉം ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ ഈ 3ലും ഇംബാലൻസ് വരുമ്പോഴാണ് അവിടെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, പല രോഗങ്ങളും ഉണ്ടാവുന്നത്. എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് 3ഉം ഒരേ അലൈൻമെൻറ്റിൽ വരണം. ചെറിയൊരു ഇംബാലൻസ് വരുമ്പോൾ തന്നെ അത് നമ്മുടെ ലൈഫിൽ അത്രയും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു കാര്യം അലൈൻമെൻറ്റിൽ നിൽക്കണം. പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വരുന്നത് ഇതാണ്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂര്യനും ചന്ദ്രനും. ഈ 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു ദിവസം ജനിക്കുന്നത്. അതില്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല. എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ട്രിനിറ്റിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് ആ തിരിച്ചറിവ് വരുന്നത്, ആ സമയം മുതൽ നിങ്ങളുടെ എനർജി ബാലൻസിങ്ങിലേക്ക് വരും. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കുറേ കർമാസ് കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രോമാസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യമാണ്. അത് ഒരു ലവ് റിലേഷൻ മാത്രമല്ല, ഏതൊരു റിലേഷനിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് മാസ്കുലൈൻ എനർജിയാണ്. ഫെമിനൈൻ എനർജി വൂണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അട്രാക്ഷൻ്റെ കുറവ് അവിടെ വരുന്നത്. ഫെമിനൈൻ എനർജി എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നതാണ്. മാസ്കുലൈൻ എനർജി എന്ന് പറഞ്ഞാൽ വികർഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ അട്രാക്ഷൻ്റെ കുറവാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളിൽ അട്രാക്ഷൻ ഇല്ല എന്നല്ല, നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി അവിടെ വർക്ക് ആവണം. അത് വൂണ്ടഡ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. അതല്ലാതെ നിങ്ങളെ കാണാൻ അട്രാക്ഷൻ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് പറഞ്ഞത്. പലതും നമ്മളിലേക്ക് വരുന്ന കാര്യത്തിൽ അവിടെ കുറച്ച് പ്രോബ്ലം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നിങ്ങളിൽ പല കാര്യങ്ങളും ഹൈഡായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്കധികം ഓപ്പണായിട്ട് കിട്ടിയില്ല. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ഇനിയും അറിയാൻ ബാക്കിയുണ്ട്. ഒരു 90% അറിയാൻ ബാക്കിയുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങളൊരു മാസ്ക് ഇട്ടിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. അവനവൻ എന്താണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ ഓപ്പണായിട്ട് തന്നെ കാണിക്കാൻ നോക്കുക. അവിടെ മാസ്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് റിജക്ഷൻ മോഡിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളെല്ലാറ്റിനെയും റിജക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരു ഹെവിനെസ് ഉണ്ടാക്കും, ടൈറ്റ്നെസ് ഉണ്ടാക്കും. നമ്മളെല്ലാറ്റിനെയും അതിൻ്റേതായ ഫ്ലോയിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാറ്റിനെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് ബോഡി ടൈറ്റ്നെസ് ഉണ്ടാവില്ല. നിങ്ങൾക്കിവിടെ ബോഡി ടൈറ്റ്നെസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടൈറ്റ്നെസ് വരുന്നതെന്ന് വെച്ചാൽ റിജക്ഷൻ മോഡിൽ നിൽക്കുമ്പോഴാണ്. നിങ്ങൾ ഒന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റേതായ ഫ്ലോയിൽ അങ്ങ് വിടുമ്പോൾ ആ ഒരു ടൈറ്റ്നെസ് അവിടെ മാറിയിട്ട് നിങ്ങളിൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇത് വരാൻ തുടങ്ങും. ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ഒഴുക്ക് സംഭവിക്കാൻ തുടങ്ങും. ആ ഒരു ഒഴുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കാരണം പോസിറ്റീവിനെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പോരാ,
പ്രകൃതിയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിക്ക് നിലനിൽപ്പുള്ളൂ. അതുപോലെ തന്നെ നമ്മളിലും ഇത് രണ്ടും ചേർന്നാൽ മാത്രമേ നമ്മളിലും നിലനിൽപ്പുള്ളൂ. ഒരാൾക്കും സന്തോഷം മാത്രം അല്ലെങ്കിൽ ദുഃഖം മാത്രമായിട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യത്തെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫ്ലോ നഷ്ടപ്പെടുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ നെഗറ്റീവിനെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നെഗറ്റീവിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ ഇത് ഡൈജസ്റ്റ് ആവാതെ പിന്നെയും ഇത് നമുക്കൊരു ബോഡി ബ്ലോക്കേജായി നിൽക്കും. അപ്പോൾ പിന്നെയും നെഗറ്റീവ് തന്നെ അട്രാക്റ്റ് ആയിട്ട് വരും. അതേസമയം നമ്മൾ ആ ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അങ്ങ് വിട്ട് കഴിയുമ്പോൾ ആ ഹെവിനെസ് അവിടെ പോവുകയും ചെയ്യും, ബോഡിയിലെ ടൈറ്റ്നെസ്സും പോവും. പിന്നെ അത് ആ ഒരു പാറ്റേൺ നമ്മളിലേക്ക് വരില്ല. പാറ്റേൺ റിപ്പീറ്റായിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് വിടാത്തത് കൊണ്ടാണ്, എപ്പോഴും അതിനെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പാറ്റേൺ വരുന്നത്. എപ്പോഴാണോ ആ ഒരു റിലീസ് അവിടെ സംഭവിക്കുന്നത് അപ്പോഴാണ് ആ പാറ്റേൺ അവിടെ എൻഡ് ആവുന്നത്. ഇവിടെ പാറ്റേൺ വർക്ക് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സോളാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ലെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കാം എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങളതിൽ ഡൗട്ട് വരുന്നത് കൊണ്ടുമാണ് മറ്റുള്ളവർക്കും നിങ്ങളോട് ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ. അതായത് അവരവരെ ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അവരവരെ ഒരു പ്രഷ്യസ് ആണ് എന്നുള്ള ഒരു അമൂല്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം നിങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റണം. ആ തിരിച്ചറിവ് വരണം. അപ്പോഴാണ് മറ്റുള്ളവർക്കും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ പലരും ഒരു മായാലോകത്ത് ജീവിക്കുന്നത് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇല്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഫാൻറ്റസി വേൾഡിലൊക്കെ ആയിരിക്കാം ചില കാര്യങ്ങൾ ലൈഫിലോട്ടേക്ക് വരുമ്പോൾ, അതായത് ഒരു സ്പിരിച്വലി അവേക്കണിങ്ങിലാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഡയമെൻഷൻ ടച്ച് ചെയ്യുമ്പോൾ പലരും ഒരു മായയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇത് ശരിയാണോ, പലരും എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് വരാത്ത ഒരു ഇത്. അപ്പോൾ ആ ഒരു മായയിൽ അകപ്പെട്ടു പോകുന്ന ഒരിത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ ബോധം ഒരു ഉണർന്നു വരുമ്പോൾ ഈ ഒരു മായ, ആ ഒരു ഫാൻറ്റസി അവിടെ നിന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഒരു ഫാൻറ്റസിയിലായിരിക്കാം പലതും അറിഞ്ഞപ്പോൾ ഒരു ഫാൻറ്റസി പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. പിന്നീട് ഷെയറിങ്, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാറ്റിനുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജന്മരഹസ്യം എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ ജന്മരഹസ്യം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മാസ്റ്ററായിട്ട് ഈ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിൽ നിങ്ങൾ മാസ്റ്റർ ആവേണ്ട ആളാണ്. ഓഷോൻ്റെ ഒരിതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഓഷോനെ ശരിക്കും പറയുന്നത് തന്നെ ഒരു എനർജി ബാലൻസിങ് ആണ്. അതായത് നമ്മുടെ ഉള്ളിലെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജീൻ്റെ ഒരു ബാലൻസിങ്ങിനെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് വായിച്ചാൽ മനസ്സിലാവും ഓഷോ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ആ ഒരു സെക്ഷുവാലിറ്റി എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷുവാലിറ്റി തന്നെയാണ്. കാരണം പ്രകൃതിൻ്റെയൊക്കെ നിലനിൽപ്പ് തന്നെ അതിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നിങ്ങൾക്കത് കറക്റ്റ് വായിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളിലിവിടെ ഒരു ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു സീക്രട്ട് തന്നെ അതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.